വെൽക്കം ടു ദ ഇംഗ്ലീഷ് ക്ലാസ് ഹോം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടു ഫ്രം എന്നുള്ള പ്രിപ്പോസിഷനെ പറ്റിയിട്ടാണ്. ടു എന്നുള്ള മീനിങ് വരുന്നത് ലേക്ക്, ഓട്, ആൺ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇവ ഒരു ലക്ഷ്യസ്ഥാനത്തെയോ ഒരു ദിശയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. എക്സാമ്പിളായിട്ട് ഞാൻ സ്കൂളിലേക്ക് പോയി എന്ന് പറയാം. സ്കൂളിലേക്ക് പോയി. ഐ വെൻറ്റ് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോയി. ഇവിടെ സ്കൂൾ എന്നുള്ളതിന് തൊട്ട് മുന്നേ ഉപയോഗിച്ചിരിക്കുന്ന പ്രിപ്പോസിഷൻ ടു എന്നുള്ള പ്രിപ്പോസിഷനാണ്. സ്കൂളിലേക്ക് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ടു സ്കൂൾ എന്ന് കൊടുത്തിട്ടുള്ളത്. ദേ വെൻറ്റ് ടു മുംബൈ. അവർ മുംബൈയിലേക്ക് പോയി. ഷീ ഈസ് കമ്മിങ് ടു മീ. അവൾ എൻ്റെ അടുത്തേക്ക് വരുന്നു. ഇവിടെയെല്ലാം ഒരു സ്ഥലത്തേക്ക് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ടു എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ലേക്ക്, ഓട്, ആൺ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അടുത്തതായി ടു എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് ഒരു ഇൻഫിനിറ്റ് വെർബിനോട് ചേർന്ന് വരുന്ന സാഹചര്യങ്ങളിലാണ്. എക്സാമ്പിൾ, ഐ ആം ഗോയിങ് ടു റൈറ്റ് എ ലെറ്റർ. ഞാൻ ഒരു ലെറ്റർ എഴുതാൻ പോകുന്നു. ഇവിടെ ടു റൈറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എഴുതാൻ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ആൺ എന്നുള്ള മീനിങ് അതിനോട് ചേർന്ന് വരുന്നു. ഞാൻ ഒരു ലെറ്റർ എഴുതാൻ പോകുന്നു. ടു റൈറ്റ്, എഴുതാൻ. ദേ കോൾഡ് മീ ടു പ്ലേ ഫുട്ബോൾ. അവർ എന്നെ ഫുട്ബോൾ കളിക്കാൻ വിളിച്ചു. ടു പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കാൻ. ഐ കെയിം ഹിയർ ടു ടീച്ച് യു. ഞാൻ ഇവിടെ വന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ടു ടീച്ച്, പഠിപ്പിക്കാൻ. ഷീ ബെഗ്ഡ് മീ ടു സേവ് ഹെർ. അവൾ എന്നോട് അവളെ രക്ഷിക്കാൻ യാചിച്ചു. ഇവിടെ ടു സേവ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രക്ഷിക്കാൻ. ടു സേവ്, രക്ഷിക്കാൻ. നെക്സ്റ്റ് ടു എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് ഫിനിഷിംഗ് ടൈമിന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ടൈമും ഫിനിഷിംഗ് ടൈമും സൂചിപ്പിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് ടൈമിന് സൂചിപ്പിക്കാൻ ഫ്രം എന്നുള്ള പ്രിപ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഫിനിഷിംഗ് ടൈമിന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ടു എന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിളായിട്ട്, ഞാൻ രാവിലെ എല്ലാ ദിവസവും 6 മണി മുതൽ 8 മണി വരെ പഠിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ സ്റ്റഡി ഫ്രം 6 AM to 8 AM എവറി ഡേ എന്ന് പറയാം. ഇവിടെ നോക്കിക്കേ, ഐ സ്റ്റഡി, ഞാൻ പഠിക്കുന്നു. ഫ്രം 6 AM 6 മണി മുതൽ ടു 8 AM 8 മണി വരെ. അവിടെ ടു എന്നുള്ള മീനിങ് ഉപയോഗിക്കുന്നത് വരെ എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ്, ഷീ യൂഷ്വലി വർക്ക്സ് ഫ്രം 10 in the morning to 5 in the evening. അവൾ സാധാരണ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വർക്ക് ചെയ്യുന്നു. ഇവിടെ 10 മണി മുതൽ എന്നുള്ളതിന് ഫ്രം 10 in the morning എന്ന് കൊടുത്തു. വൈകിട്ട് 5 മണി വരെ എന്നുള്ളതിന് ടു 5 in the evening എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ടൈം അവസാനിപ്പിക്കുന്നതിന് ടു എന്നുള്ള പ്രിപ്പോസിഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രം എന്നുള്ള പ്രിപ്പോസിഷനാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഷീ ഈസ് വിത്ത് മീ ഫ്രം ഡൗൺ ടു ഡസ്ക്. അവൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ എൻ്റെ കൂടെയുണ്ട്. ഇവിടെ പ്രദോഷം വരെ എന്നുള്ളതിനാണ് ടു ഡസ്ക് എന്ന് കൊടുത്തിട്ടുള്ളത്. വരെ എന്ന മീനിങ്ങിന് ടു എന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. അടുത്ത പ്രിപ്പോസിഷനാണ് ഫ്രം. ഫ്രം എന്നുള്ളതിന് നിന്ന്, മുതൽ എന്ന മീനിങ് ആണ് വരുന്നത്. ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷന് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ടൈമിന് നമ്മൾ ഫ്രം എന്നുള്ള പ്രിപ്പോസിഷൻ വെച്ച് യൂസ് ചെയ്യുന്നു. എക്സാമ്പിളായിട്ട്, ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി ഫ്രം കാലിക്കറ്റ്. കാലിക്കറ്റ് മുതൽ എൻ്റെ യാത്ര ഞാൻ ആരംഭിച്ചു. ഇവിടെ കാലിക്കറ്റ് മുതൽ എന്നുള്ളതിനാണ് ഫ്രം എന്നുള്ള പ്രിപ്പോസിഷൻ കൊടുത്തിട്ടുള്ളത്. ഫ്രം കാലിക്കറ്റ്, കാലിക്കറ്റ് മുതൽ. ഒരു സ്റ്റാർട്ടിംഗ് ടൈമിന് നമ്മൾ ഫ്രം എന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ എക്സാം വിൽ സ്റ്റാർട്ട് ഫ്രം ടുമോറോ. ഞങ്ങളുടെ എക്സാം നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഫ്രം ടുമോറോ, നാളെ മുതൽ. ദ ട്രെയിൻ ഈസ് കമ്മിങ് ഫ്രം മുംബൈ. ട്രെയിൻ വരുന്നത് മുംബൈയിൽ നിന്നാണ്, അല്ലെങ്കിൽ മുംബൈ മുതലാണ് ട്രെയിൻ വരുന്നത്. ഹി വാസ് ബ്ലൈൻഡ് ഫ്രം ബർത്ത്. അവൻ ജനനം മുതൽ ബ്ലൈൻഡാണ്, കണ്ണ് കാണാത്തവനാണ്. ഇവിടെയെല്ലാം ഫ്രം എന്നുള്ള പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിന്ന് അല്ലെങ്കിൽ മുതൽ എന്നുള്ള മീനിങ് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു.
ഒരു സ്റ്റാർട്ടിംഗ് ടൈമിനെ സൂചിപ്പിക്കാൻ ഫ്രം എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ സ്റ്റാർട്ട്സ് ഫ്രം 10 AM. ഇൻ്റർവ്യൂ 10 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഫ്രം 10 AM 10 മണി മുതൽ. ഐ ഗോട്ട് എ ലെറ്റർ ഫ്രം മൈ ബ്രദർ. ഐ ഗോട്ട് എ ലെറ്റർ, എനിക്കൊരു ലെറ്റർ ലഭിച്ചു. ഫ്രം മൈ ബ്രദർ, എൻ്റെ സഹോദരനിൽ നിന്ന്. ഇവിടെ നിന്ന് എന്ന മീനിങ് ആണ് വരുന്നത്. ഐ ആം ഫ്രം കേരള, ഞാൻ കേരളത്തിൽ നിന്നാണ്. ദിസ് പോയം ഈസ് ടേക്കൺ ഫ്രം ഷേക്സ്പിയേഴ്സ് കളക്ഷൻസ്. ഈ കവിത ഷേക്സ്പിയറിൻ്റെ കളക്ഷൻസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇവിടെയെല്ലാം ഫ്രം എന്നുള്ളതിന് നിന്ന് എന്ന മീനിങ്ങും വരുന്നു, മുതൽ എന്നുള്ള മീനിങ്ങുമാണ് വരുന്നത്. ഇനി അടുത്തത്, ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രം എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. എക്സാമ്പിളായിട്ട്, ദ ക്ലൈമറ്റ് ഓഫ് കേരള ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് രാജസ്ഥാൻ. കേരളത്തിൻ്റെ കാലാവസ്ഥ രാജസ്ഥാൻ്റേതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇവിടെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് ഫ്രം എന്ന് കൊടുത്തിട്ടുള്ളത്. അവർ ടേസ്റ്റ്സ് ഡിഫർ ഫ്രം ഈച്ച് അതർ. നമ്മുടെ ടേസ്റ്റുകൾ പരസ്പരം വ്യത്യസ്തമുള്ളതാണ്. വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്രം എന്നുള്ള പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe and share our channel.